വി മനോജ് കുമാർ അദ്ദേഹം ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ്. അങ്ങേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ഈ സംഭവം മലപ്പുറം ചേലാമ്പ്രയിലാണ്. ഈ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയെന്ന് കാട്ടി UKG വിദ്യാർത്ഥിയുടെ പഠനം ഈ പ്രധാന അധ്യാപിക മുടക്കുന്നത്. ഈ സ്കൂൾ വാഹനത്തിൽ കയറാൻ ഈ കുട്ടിയെ ഈ പ്രധാന അധ്യാപിക അനുവദിച്ചില്ല. അതായത് ഈ കുട്ടിയുടെ 2 മാസത്തെ ഫീസ് ഒരു 1000 രൂപയാണ് ഉള്ളത്. അപ്പോൾ ഈ പിതാവ് പുറത്താണ്, വിദേശത്താണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഫീസ് അടയ്ക്കാൻ കഴിഞ്ഞില്ല. വൈകാതെ അടയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ബസ്സിൽ കയറ്റാൻ ഈ പ്രധാന അധ്യാപിക ഈ ബസ്സിലെ ജീവനക്കാരോട് പറഞ്ഞ കുട്ടിയെ കയറ്റണ്ട എന്ന് പറയുന്നു. പിന്നീട് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഈ വീട്ടുകാരോട് പറയുകയാണ്, എന്തിനാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ TC കൊടുത്ത് പറഞ്ഞു വിടുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഒരു നിലപാട് എന്തായിരിക്കും? ഇത് സ്വകാര്യ സ്കൂൾ ആണോ? ഇത് മലപ്പുറത്തെ സ്കൂളാണ്, മാനേജ്മെന്റ് സ്കൂളാണ്. അതാണ് ഞാൻ ചോദിച്ചത്, CBSE സ്കൂളാണോ? അല്ല, ALP ചേലാമ്പ്രയിലെ മാനേജ്മെന്റ് സ്കൂളാണ്, CBSE സ്കൂളല്ല. ഓക്കെ. സ്കൂൾ ഏതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു പ്രതികരണം അധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു രീതിയാണ് എന്നാണ് കമ്മീഷൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഇക്കാര്യത്തിൽ നടപടി പറയുകയാണത് ചേലാമ്പ്ര ALP സ്കൂൾ എന്നാണ് ഈ സ്കൂളിന്റെ പേര്. ഇത് മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്രയിലാണ് ഈ സ്കൂൾ ഉള്ളത്. അത് പരിശോധിക്കാം. എന്തായാലും അത്തരമൊരു സമീപനമൊന്നും അംഗീകരിച്ചു പോകാൻ കഴിയില്ല. കുട്ടിയുടെ വിദ്യാഭ്യാസം നിഷേധിക്കാനുള്ള അവകാശമൊന്നും അധ്യാപികയ്ക്കോ ഇല്ല. ഇതിൽ സാർ, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അധ്യാപിക ചെയ്തത് ഈ കുഞ്ഞിനെ ബസ്സിൽ കയറ്റാതെ റോഡിൽ നിർത്തുകയാണ് ചെയ്തത്. അത് പരിശോധിക്കാം. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം കേട്ടോ. ഓക്കെ. വളരെയധികം നന്ദിയുണ്ട് ശ്രീ KV മനോജ് കുമാർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.